നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം ഇന്ന് വളരെയധികം പ്രശസ്തമായിരിക്കുന്ന ഡിജിറ്റൽ ആർട്ട് അഥവാ ഡിജിറ്റൽ പെയിന്റിംഗ് എന്നിവയെക്കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ ഈ വീഡിയോ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് ഡിജിറ്റൽ ആർട്ട്? 1970 കാലഘട്ടം മുതൽ കമ്പ്യൂട്ടറുകളുടെ നൂതനമായ ഗവേഷണങ്ങളുടെ ഫലമായി രൂപപ്പെട്ടതാണ് ഡിജിറ്റൽ ആർട്ട്. അതായത് ആർട്ടിനെ ഡിജിറ്റലായി മാറ്റുന്ന പരിപാടിയാണ് ഡിജിറ്റൽ ആർട്ട് എന്ന് പറയുന്നത്. ഓരോ കാലഘട്ടത്തിലും കല ആ സാഹചര്യത്തിനനുസരിച്ച് പലവിധ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പുതിയ പുതിയ സങ്കേതങ്ങൾ തേടാറുണ്ട്. അത്തരത്തിൽ രൂപപ്പെട്ട ഒന്നാണ് ഡിജിറ്റൽ ആർട്ട്. ഡിജിറ്റലായി ചെയ്യുന്നതെന്തും ഡിജിറ്റൽ ആർട്ടിനെ കരുതാം. ഇതിനാവശ്യമായുള്ളത് ഒരു കമ്പ്യൂട്ടർ, അതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ, പിന്നെ അതിനു വേണ്ട ഹാർഡ്വെയർ, ഇവയൊക്കെ ചേർന്നാണ് ഡിജിറ്റൽ ആർട്ട് ചെയ്യുവാൻ സഹായമാകുന്നത്. ആദ്യമായി ഡിജിറ്റൽ ടാബ്ലറ്റുകളെ പരിചയപ്പെടാം. പല കമ്പനികളുടെ വില കുറഞ്ഞതും വിലയേറിയതുമായ ഡിജിറ്റൽ ടാബ്ലറ്റുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. പെൻ ടാബ്ലറ്റുകളെ കുറിച്ച് മനസ്സിലാക്കാം. പെൻ ടാബ്ലറ്റുകൾ എന്ന് പറയുന്നത് നമ്മൾ ബ്രഷ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പേന ഉപയോഗിക്കുന്ന, പെൻസിൽ ഉപയോഗിക്കുന്ന അതേ ഫ്ലുവന്റോടുകൂടി ഒരു ടാബ്ലറ്റിന്റെ പുറത്ത് ആർട്ട് ചെയ്യുവാൻ സഹായിക്കുന്ന ഉപകരണമാണ്. ടാബ്ലറ്റുകൾ പ്രധാനമായും 3 തരത്തിലാണുള്ളത്. അവ ഗ്രാഫിക് ടാബ്ലറ്റ്, ഡിസ്പ്ലേ ടാബ്ലറ്റ്, ഓൾ ഇൻ ഓൾ ടാബ്ലറ്റ് എന്നിങ്ങനെയാണ്. തുടക്കക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് ഗ്രാഫിക് ടാബ്ലറ്റുകൾ. അവ സിസ്റ്റത്തിൽ കണക്ട് ചെയ്ത് നേരിട്ട് ഉപയോഗിക്കാം. ചാർജ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഡിസ്പ്ലേ ടാബ്ലറ്റുകളിൽ കമ്പ്യൂട്ടർ സ്ക്രീൻ ടാബ്ലറ്റിനുള്ളിൽ തന്നെ കാണാവുന്നത് കൊണ്ട് നേരിട്ട് അതിന് പുറത്തായി വരയ്ക്കാം. ഓൾ ഇൻ ഓൾ ടാബ്ലറ്റുകളിൽ സോഫ്റ്റ്വെയറിന്റെ ആവശ്യമില്ല. ടാബ്ലറ്റിനുള്ളിൽ തന്നെ സോഫ്റ്റ്വെയർ അടങ്ങിയിട്ടുണ്ട്. മൈക്രോസോഫ്റ്റിന്റെ സർഫസ് പ്രോ, ആപ്പിളിന്റെ ഐപാഡ് പ്രോ എന്നിവയൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. ഇനി ഡിജിറ്റൽ ആർട്ട് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയറുകളെ നമുക്ക് പരിചയപ്പെടാം. അഡോബി ഫോട്ടോഷോപ്പ്, കോറൽ പെയിന്റർ, ജിംപ്, ക്രിത്ത, ഓപ്പൺ ക്യാൻവാസ്, ആർട്ട് റേജ് തുടങ്ങിയ സോഫ്റ്റ്വെയറുകളാണ് പ്രധാനമായും ഈ മേഖലയിൽ ഉപയോഗിക്കുന്നത്. ഡിജിറ്റൽ ഡ്രോയിങ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഒന്ന്, ഇതിന്റെ ഒരു പരിശീലനം വേണം. രണ്ടാമത്, വളരെ പ്രധാനം, വരയിലെ ഒരു അടിസ്ഥാനം വളരെയധികം പ്രാധാന്യമാണ്. വരയ്ക്കുവാൻ ഉള്ള അടിസ്ഥാനമായ അറിവ് ഉള്ള ഒരാൾ വരയ്ക്കുന്നതും അല്ലാതെ വരയ്ക്കുന്നവരുടെ വർക്കുകളിൽ അതിന്റെ വ്യത്യാസം നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു സോഫ്റ്റ്വെയറിനെ നന്നായിട്ട് പരിചയപ്പെടുക, ആ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടി നമ്മുടെ കയ്യിലുള്ള ആ കലാവിരുത് കൂടി പ്രകടിപ്പിക്കുമ്പോഴാണ് ഒരു നല്ലൊരു സൃഷ്ടി ഉണ്ടാകുന്നത്. സോഫ്റ്റ്വെയർ മാത്രം പഠിച്ച ഒരാൾക്ക് ഇത് ചെയ്യുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അതും സാധ്യമാണ്. പക്ഷെ ഉള്ളിൽ ഒരു കലാകാരന്റെ മനസ്സും അതുപോലെ കലയെ ഉൾക്കൊള്ളുവാനുള്ള മനസ്സും ഉണ്ടായിരിക്കും. ഈ സോഫ്റ്റ്വെയറുകൾ പഠിക്കുവാനായി നിരവധി പഠന സഹായികളായ ട്യൂട്ടോറിയലുകൾ ഇന്റർനെറ്റിൽ ലഭ്യമാണ്. തുടക്കക്കാർക്ക് പഠിക്കുവാനായി സൗജന്യമായി ലഭിക്കുന്ന സോഫ്റ്റ്വെയറുകൾ, അവ സൗജന്യമാണ് എന്നതുകൊണ്ട് ക്വാളിറ്റി കുറവ് വരുന്നില്ല. വളരെ മികച്ച ക്വാളിറ്റിയിൽ തന്നെ ചെയ്യാവുന്ന സ്വതന്ത്രമായ സോഫ്റ്റ്വെയറുകളായ ക്രിത്ത, ജിംപ് മുതലായവ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡായി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് അഡോബിയുടെ ഫോട്ടോഷോപ്പാണ്. ഫോട്ടോഷോപ്പിന്റെ ടൂളുകൾ നന്നായി മനസ്സിലാക്കിയ ഒരാൾക്ക് വളരെ മികച്ച രീതിയിൽ തന്നെ ഇത് ചെയ്യുവാൻ സാധിക്കും. 1-2 ദിവസം കൊണ്ട് നമുക്കിതിൽ പ്രാഗൽഭ്യം തെളിയിക്കാം എന്ന ഒരു ധാരണയിൽ നമ്മൾ ഇതിലേക്ക് പ്രവേശിക്കരുത്. അതിനെ ഘട്ടം ഘട്ടമായി അതിന്റെ ഓരോ അടിസ്ഥാന ഭാഗങ്ങളും വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അതിനുള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാനാവുള്ളൂ. അപ്പോൾ അതിനു വേണ്ട ഒരു പരിശീലന പദ്ധതി സ്വയം തയ്യാറാക്കുകയും ഏറ്റവും പ്രധാനമായി വേണ്ടത് ക്ഷമയും ശ്രദ്ധയുമാണ്. കോൺസെൻട്രേഷൻ. വളരെ ക്ഷമയോടുകൂടി
വളരെ കോൺസെൻട്രേഷനോടുകൂടി നമുക്ക് ഈ സോഫ്റ്റ്വെയറുകളെ നന്നായി കൈകാര്യം ചെയ്യുകയാണെങ്കിൽ, അതായത് ടെക്നിക്കൽ നോളജും ആർട്ട് സ്കില്ലും ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോഴാണ് ഒരു നല്ലൊരു ഡിജിറ്റൽ പ്രോഡക്റ്റ് ഉണ്ടാകുന്നത്. ഇന്ന് സിനിമയിലും വെബ് ഇൻഡസ്ട്രി, അതുപോലെ പ്രിന്റ് മീഡിയ, ഗ്രാഫിക് ഡിസൈനിങ്, ആനിമേഷൻ തുടങ്ങിയ നിരവധി മേഖലകളിൽ ഒരു കൺസെപ്റ്റ് ആർട്ട് അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു ഇല്ലുസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ ഏറ്റവും കൂടുതലായി യൂസ് ചെയ്യുന്നത് ഈ ഡിജിറ്റൽ ആർട്ടാണ്. ഇതിൽ ഫോട്ടോ മാനിപ്പുലേഷൻ ചെയ്യുന്നവരും ഫോട്ടോ പെയിന്റ് ചെയ്യുന്നത് പോലെ ആക്കിയെടുക്കുന്നവരും, അതുപോലെ നന്നായി ഇല്ലുസ്ട്രേഷൻ ചെയ്യുന്നവരും, അതുപോലെ തന്നെ നല്ല ബാക്ക്ഗ്രൗണ്ട് ഡിസൈൻ ചെയ്യുന്നവർക്കും എല്ലാം നിരവധി തൊഴിൽ സാധ്യതകൾ ഈ ഡിജിറ്റൽ ആർട്ട് മേഖലയിൽ ധാരാളമായുണ്ട്. അതിനാദ്യം വേണ്ടത് നമ്മൾ ചെയ്ത വർക്കുകളുടെ ഏറ്റവും നല്ല ഒരു പോർട്ട്ഫോളിയോ. അത് ആണ് യഥാർത്ഥത്തിൽ ഈ ഡിജിറ്റൽ മേഖലയിൽ ഒരു തൊഴിലായി മുന്നോട്ട് പോകുവാൻ ഏറ്റവും കൂടുതൽ സഹായകമാകുന്നത്. ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ സഹായത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന ഡിജിറ്റൽ വർക്കുകൾ നമുക്ക് വളരെയധികം പെട്ടെന്ന് തന്നെ വളരെയധികം വേഗത്തിൽ സമൂഹത്തിൽ എത്തിക്കുവാൻ സാധിക്കുന്നു. നമ്മുടെ പ്രശസ്തരായ സിനിമാ താരങ്ങളെയും സെലിബ്രിറ്റീസിന്റെയും ഫോട്ടോസുകൾ നല്ല പെയിന്റ് ചെയ്തതുപോലെ ഇന്ന് ഡിജിറ്റൽ പെയിന്റിംഗ് എന്ന രൂപത്തിൽ കാണുമ്പോൾ ഏവർക്കും അത് വളരെയധികം അത്ഭുതവും ഇത് എങ്ങനെ ചെയ്തു എന്ന് അറിയുവാനും ആഗ്രഹമുണ്ട്. അത് ഇതിന്റെ വേറൊരു മേഖലയാണ് ഫോട്ടോ മാനിപ്പുലേഷനായി ചെയ്യുന്നത്. അത് നമുക്കിപ്പോൾ ഉദാഹരണത്തിന് ഇങ്ങനെ ഒരു പടം നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോട്ടോഷോപ്പ് എന്ന സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു ഡിജിറ്റൽ സോഫ്റ്റ്വെയർ നന്നായി അറിയുകയും അതിലുള്ള ഏതാനും പെയിന്റിംഗ് ടൂളുകൾ നന്നായി ബാലൻസ് ചെയ്യുന്ന ഒരവസരത്തിൽ ഈ പറയുന്ന ഒരു ഇഫക്റ്റോട് കൂടി നമുക്ക് ചെയ്യുവാൻ സാധിക്കും. ഡിജിറ്റൽ പെയിന്റിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം എന്ന് പറയുന്നത് ഇതിനുള്ള അവശ്യ വസ്തുക്കൾ. ഉദാഹരണമായി പെയിന്റ് ചെയ്യുമ്പോൾ നമുക്ക് പെയിന്റ് വേണം, ക്യാൻവാസ് വേണം, അതുപോലെ ബ്രഷ് വേണം, അത് ഉപയോഗിക്കാനുള്ള മറ്റു സർഫസ് വേണം. ഇതിന്റെ ഒന്നും ആവശ്യം ഈ ഡിജിറ്റൽ പെയിന്റിൽ വരുന്നില്ല. കാരണം ഇവയെല്ലാം ആ സോഫ്റ്റ്വെയറിനുള്ളിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. ഇവയെ നമുക്ക് പെയിന്റിംഗ് ചെയ്തതിന് ശേഷം പ്രിന്റ് രൂപത്തിൽ പുറത്തെടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു നേട്ടം ഈ ഡിജിറ്റൽ പെയിന്റിങ്ങിനുണ്ട്. അതുകൊണ്ടാണ് ഇത് കൂടുതൽ ഇന്നത്തെ ഒരു ഫാസ്റ്റ് മീഡിയ ലോകത്ത് വളരെയധികം പെട്ടെന്ന് റിസൾട്ട് കിട്ടുവാനായി ഡിജിറ്റൽ പെയിന്റിംഗ് ഉപയോഗിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം അതാണ്. ഇവിടെ പരമ്പരാഗതമായി ചെയ്യുന്ന ചിത്രകാരന്മാർക്കും അല്ലെങ്കിൽ കലാകാരന്മാർക്കും അവരുടെ കലയ്ക്ക് ഒരു റീപ്ലേസ്മെന്റ് ആയി നമുക്ക് ഡിജിറ്റൽ പെയിന്റിനെ കാണാൻ പറ്റില്ല. കാരണം രണ്ടും രണ്ടാണ്. പരമ്പരാഗതമായി ചെയ്യുന്ന ചിത്രകല അത് അതിൻ്റെതായ മികവോടുകൂടിയും ഡിജിറ്റൽ പെയിന്റിങ്ങിനെ മറ്റൊരു സങ്കേതമായും നമുക്ക് കരുതാം. ഇവ രണ്ടും കൂടി കൂടിച്ചേർന്ന് ഉള്ള വിദ്യകളും ഇപ്പോൾ പ്രയോഗിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഒരു ചിത്രകാരന്റെ ചിത്രം അല്ലെങ്കിൽ ഒരു ഫോട്ടോ അതിനെ ഡിജിറ്റലിൽ കൊണ്ടുപോയി ചില മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷം അത് പ്രിന്റ് എടുക്കുമ്പോൾ അത് വരച്ചതാണ് എന്ന് പറയുന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്ന ഒരു രീതി ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. എന്തായാലും ഡിജിറ്റൽ പെയിന്റിംഗ് എന്ന ഈ നൂതന സങ്കേതത്തിൽ നല്ല രീതിയിൽ എല്ലാ പേർക്കും പ്രായഭേദമന്യേ ഇതിൽ പരിശീലനം നേടാവുന്നതാണ്. ഒരു പ്രത്യേക കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു കലാരൂപത്തെ സ്വായത്തമാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ മീഡിയം, ആ ഉപയോഗിക്കുന്ന മീഡിയത്തിലുള്ള ടൂളുകൾ അവയൊക്കെ നന്നായി പരിചയപ്പെട്ട് സ്വതന്ത്രമായി ചെയ്യുവാനായി നമ്മൾ ശ്രമിക്കേണ്ടതാണ്. ഒരു പ്രത്യേക രീതി മാത്രം ഫോളോ ചെയ്തുകൊണ്ട് ആ രീതിയിൽ മാത്രം ചിത്രം ചെയ്യുന്നതിലുപരി ആ ടൂളുകൾ കൊണ്ട് എന്തൊക്കെ സാധ്യതകളുണ്ടെന്ന് കണ്ടെത്തി അവയെ പരിശീലനം ചെയ്യുന്നതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വിജയവും വൈവിധ്യവും ഉണ്ടാകുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോകൾ ഈ ചാനലിൽ വരുന്നതാണ്. കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.